ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എമ്പുരാൻ മൂവി കണ്ടു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ്. നമുക്ക് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനാണ് ഇതിലെ ഏറ്റവും മികച്ചതായി നിൽക്കുന്നത്. അതായത് പുള്ളി കൊടുത്തിട്ടുള്ള മേക്കിംഗ് ക്വാളിറ്റി ഉണ്ട്, അത് ഒരു രക്ഷയില്ല. അത് എത്രത്തോളം മാസ് നമുക്ക് ചെയ്യാൻ പറ്റും അത്രത്തോളം പുള്ളി ആവുന്നത് പോലെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റുള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്, അതൊന്നും ഒരു മലയാള സിനിമ പോട്ടെ, ഇന്ത്യൻ സിനിമയിൽ പോലും ഇല്ല. അത്രയും ക്വാളിറ്റിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പോസിറ്റീവ് സ്റ്റീഫനാണ് ഇതിൽ രണ്ടാമത്തെ നമുക്ക് പോസിറ്റീവ്. മൂന്നാമത്തെ പോസിറ്റീവ് ഖുറേഷി എബ്രാമിൻ്റെ സ്വാഗ്. അത് ഈ ലാലേട്ടന് വേണ്ടി പൃഥ്വിരാജ് ഒരുക്കിയിരിക്കുന്ന മാസ് മൊമെൻ്റ് ഉണ്ട്, അതായത് വാവ് മൂമെൻറ്റ്സ്. അത് മാരകമാണ്, നമുക്ക് രോമാഞ്ചം എഴുന്നേറ്റ് നിൽക്കും, അത്രയ്ക്ക് കിട്ടിലാണ് ആ സംഭവം. നാലാമത്തെ പോസിറ്റീവ് ഇതിന് കൊടുത്തിരിക്കുന്ന BGM. അതായത് അനിരുദ്ധിൻ്റെ ലെവലിൽ നമുക്ക് BGM ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇതിന് ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയാണ് ഈ BGMത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ ഹോളിവുഡ് ലെവലിൽ പടം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പടത്തിന് എന്താണോ BGM വേണ്ടത് അത് കൊടുത്തിട്ടുണ്ട് ദീപക് ദേവ്. അത് പുള്ളിക്കാരൻ്റെ 100% പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എവിടെയും ഒരു നെഗറ്റീവോ കാര്യങ്ങളോ നമുക്ക് തോന്നില്ല. പിന്നെ ഇതിൽ പോസിറ്റീവ്സ്, ഇതിൽ വന്നിരിക്കുന്ന ഇംഗ്ലീഷ് ആക്ടേഴ്സ്, ഒന്ന് ആൻഡ്രിയ, പിന്നെ ബോറിസ് ഒലിവർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗെയിം ഓഫ് ത്രോണിലൊക്കെ അഭിനയിച്ച ആ വ്യക്തി, അതിൻ്റെ ഒറിജിനൽ നെയിം എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം, അവർക്കൊക്കെ നല്ല ക്യാരക്ടർ ഉണ്ട്. പിന്നെ അധികം സ്പോയിലർ ആക്കാതെ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഈ ഖുറേഷി അബ്രാമിൻ്റെ ഗ്യാങ്ങും അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റാം. കാരണം അതെല്ലാം നല്ല കിടിലായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്റേഴ്സിനെ കൊണ്ടുവന്നത് എന്തിനാണോ അതിനുള്ളത് പക്കയായിട്ട് അതിൻ്റെ 100% നീതി പുലർത്തിയിട്ട് ആ സീൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഹോളിവുഡ് സ്റ്റൈലിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ചില സമയത്ത് വിചാരിക്കും ഇതൊരു ഹോളിവുഡ് മൂവിയാണോ അതോ മലയാളം മൂവിയാണോ, ആ രീതിയിൽ ആ പടം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്നെ രോമാഞ്ചം കൊള്ളിച്ച ഒരു ഫൈറ്റ് സീൻ എന്ന് പറയുന്നത്, നമ്മൾ ഖുറേഷി അബ്രാമിനെ കണ്ടിരുന്ന് നമ്മൾ കൊതിച്ചിരിക്കുന്ന സമയത്ത് സ്റ്റീഫൻ വരുന്നുണ്ട്. സ്റ്റീഫൻ്റെ ആ ജംഗിൾ പൊളി സീൻ, അത് എൻ്റെ പൊന്നോ, രോമാഞ്ചിഫിക്കേഷൻ പറഞ്ഞാൽ അതതിൻ്റെ പീക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫൈറ്റിംഗ് കൊറിയോഗ്രാഫി ഒരു രക്ഷയില്ല. അത് പൃഥ്വിരാജ് എടുത്തിരിക്കുന്ന രീതി, ഓട്ടോബോട്ട് ക്യാമറ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് അവിടെയാണ്. കിടിലം പറഞ്ഞാൽ കിടിലോസ്കി ആയിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയേണ്ട കുറച്ച് പോസിറ്റീവ്സ് ആണ് ഇതിൻ്റെ വിഷ്വൽ. അതായത് സുജിത് വാസുദേവിൻ്റെ വിഷ്വൽ ക്വാളിറ്റി എല്ലാവിടെയും ഓരോ ഫ്രെയിം വൈസ് ഓരോ രീതിയിൽ ക്യാമറ ഉപയോഗിച്ചിരിക്കുന്നു, ക്യാമറ ആംഗിൾ ഉപയോഗിച്ചിരിക്കുന്നു, എല്ലാം കിടിലനായിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഒരു ഷോട്ട് ഉണ്ട്, അത് എടുക്കുന്ന ഒരു ക്യാമറ ആംഗിൾ ഉണ്ട്. അതേ ഷോട്ട് പിന്നൊരു ടൈമിൽ കാണിക്കുമ്പോൾ ഈ ക്യാമറ ആംഗിൾ ചേഞ്ച് ആയിട്ട് നോർമൽ രീതിയിൽ വരുന്നുണ്ട്. അത് കിടിലനായിട്ടുണ്ട്, അത് നല്ല രസമുണ്ട്. അത് പിന്നെ ഓരോ ഫ്രെയിം വെച്ചിരിക്കുന്ന രീതി, ഓരോ സ്ഥലത്തും എന്താണോ ഹൈലൈറ്റ് ചെയ്ത് വരുന്നുണ്ട് അതിൻ്റെ വെച്ചിരിക്കുന്ന രീതി, അതെല്ലാം കിടിലനായിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലോഷൻസ്, മറ്റ് ബ്ലാസ്റ്റ് കാര്യങ്ങളെല്ലാം കിടിലനായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് എല്ലാവരും ട്രെയിലറിൽ കണ്ട ഒരു സീൻ ഉണ്ടാവും, സയ്യിദ് മസൂദിൻ്റെ സ്റ്റോറി തുടങ്ങുന്ന ഒരു ഏരിയ. അവിടെ അത് എടുത്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഇൻസിഡൻറ്റ് കാണിക്കുന്നൊരു സംഭവമുണ്ട്. അത് മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില സമയത്ത് നമ്മൾ കണ്ണടച്ചിരുന്നു, ആ രീതിയിൽ മാരകമായിട്ട് അത് എടുത്തു വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ ഫാൻസിന് വേണ്ടി എന്തൊക്കെയുള്ളത് അതെല്ലാം ഈ സിനിമയിലുണ്ട്. അതിലൊന്നും പൃഥ്വിരാജ് ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടില്ല, എല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഇത് ഫാമിലി ഓഡിയൻസിന് പറ്റുമോ അത് എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഫാമിലി ഓഡിയൻസ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുമോ ഒന്നും അറിയില്ല. കാരണം ഇത് എല്ലാവർക്കും പറ്റുന്ന ഒരു സിനിമയല്ല. അതായത് ഇതിലൊരു ഹിന്ദി പോർഷൻ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടൊരു ഇംഗ്ലീഷ്, പിന്നെ മലയാളം, പിന്നെ ഹിന്ദി, അങ്ങനെ മൾട്ടി ലെയറായിട്ട് സ്റ്റോറി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ
അത് എത്രത്തോളം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ മലയാളം, മറ്റേ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, ഈ ഒരു രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. അപ്പോൾ അത് എത്രത്തോളം ഫാമിലി ഓഡിയൻസിന് അത് ദഹിക്കും എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഓരോരുത്തരുടെ പെർഫോമൻസ്. ടോവിനോയ്ക്ക് ഇതിൽ എന്താണോ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് ടോവിനോ ഇതിൽ ചെയ്തിരിക്കുന്നത്. ലൂസിഫർ 1 പോലെ ഇതിൽ ലൂസിഫർ 2 ടോവിനോനെ പ്രതീക്ഷിക്കരുത്. ആ ഒരു പെർഫോമർ എന്ന രീതിയിൽ ആ സ്റ്റോറിയിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് ടോവിനോ ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ജു വാര്യർക്ക് ഇതിൽ ലൂസിഫർ 1-നെക്കാട്ടിലും കൂടുതലായിട്ട് ഇതിൽ കുറച്ചും കൂടി പെർഫോമൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബൈചേട്ടൻ്റെ ക്യാരക്ടർ, ബൈചേട്ടൻ്റെ ചില ഡയലോഗ്സ്, അതിലൊരു ഡയലോഗിന് നല്ല കയ്യടിയായിരുന്നു. ആ ഒരു ഡയലോഗിന് അത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കേൾക്കുകയായിരിക്കും നല്ലത്. എനിക്ക് കല്ലുകടിയായിട്ട് അനുഭവപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ഒന്ന്, ഈ സയ്യിദ് മസൂദിൻ്റെ സ്റ്റോറി കാണിക്കുന്നതിൻ്റെ ഒപ്പം അത് ആ സ്റ്റോറി എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരായിരുന്നു. അത് നമ്മളിങ്ങനെ വലിച്ച് നീട്ടി അതൊരു വേറെ സ്ഥലത്ത് കൊണ്ടുവച്ച് അതെനിക്ക് അങ്ങോട്ട് ഓക്കെ അല്ലായിരുന്നു. അതെന്തോ ഒട്ടും സ്യൂട്ടാവാത്ത പോലെ എനിക്ക് തോന്നി. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സിന് മുമ്പ് പ്രീ ക്ലൈമാക്സിൽ നടക്കുന്ന ഒരു കാര്യം അതെനിക്ക് നെഗറ്റീവായിട്ട് തോന്നി. അത് ബാക്കിയുള്ളവർക്ക് എത്രത്തോളം നെഗറ്റീവായിരിക്കും എനിക്കറിയത്തില്ല. പിന്നെ ലൂസിഫർ 1-ഉം ലൂസിഫർ 2-ഉം നല്ല വ്യത്യാസമുണ്ട്. ലൂസിഫർ 1-ൽ നടക്കുന്നത് കേരളത്തിൽ മാത്രം നടക്കുന്നൊരു കഥയാണ്. അതിൽ ഈ നാഷണൽ രീതിയിലോട്ട് അത് മാറുന്നത് ക്ലൈമാക്സിലൂടെ കിടക്കുമ്പോഴാണ്. പക്ഷേ ലൂസിഫർ 2 എന്ന് പറയുമ്പോൾ അതിൽ ഗുജറാത്തിൽ നടക്കുന്ന കഥയുണ്ട്, ഇൻ്റർനാഷണൽ ലെവലിൽ പല ലൊക്കേഷനുകളിൽ നടക്കുന്ന കഥയുണ്ട്. അപ്പോൾ അതിൻ്റെ രീതിയിൽ അത് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു നോൺ ലീനിയർ പരിപാടി എത്രത്തോളം ഓഡിയൻസിന് അത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ മേക്കിംഗ് ക്വാളിറ്റി അത് ഗംഭീരമാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു കുറ്റവും കുറവും പറയാൻ പറ്റില്ല. അതായത് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഇതുപോലത്തെ ഒരു സിനിമ വന്നിട്ടില്ല. ഇൻ്റർനാഷണൽ ലെവലിലുള്ള സംഭവങ്ങളെല്ലാം അതുപോലെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ലൂസിഫർ 3 ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളം ഒരു 10% ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, ബാക്കി മൊത്തം ഇൻ്റർനാഷണൽ ആയിരിക്കും. ആ രീതിയിലാണ് പടം കൊണ്ടുപോകുന്നത്. പിന്നെ എല്ലാവരും ചോദിച്ചൊരു സംഭവമുണ്ട്, ആരാണ് റെഡ് ഡ്രാഗൺ. അത് കുറേ പേർക്ക് ഓൾറെഡി അറിയാവുന്ന ആൾ തന്നെയാണ്. അത് ആരാന്ന് ഞാൻ സ്പോയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കണ്ടിട്ട് അത് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. ഇത് തിയേറ്ററിൽ നിന്ന് കാണാനുള്ള പടമുണ്ട്. ഇതിന് കുറേ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ മാറ്റി നിർത്തിയാലും ഇത് തിയേറ്ററിൽ നിന്ന് കാണാനുള്ള സിനിമയുണ്ട്. L3യുടെ എന്താണ് അടുത്ത പേര്? ലൂസിഫർ ഫസ്റ്റ് ഭാഗം, L2E, അതായത് ലൂസിഫർ 2 എമ്പുരാൻ 2ാം ഭാഗം. 3ാം ഭാഗം അവർ പേരിട്ടിരിക്കുന്ന അസ്രയേൽ എന്നാണ്. L3 അസ്രയേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഞ്ചൽ ഓഫ് ഡെത്ത് ഇൻ ദ ഖുറാൻ. ലൂസിഫർ 3-ൽ അതിൽ കൂടുതലും ഇൻ്റർനാഷണൽ രീതിയായിരിക്കും. കാരണം അതിലെ വില്ലനും ഇവിടെ നിന്നുള്ള വില്ലനല്ല. ഡ്രാഗൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ചൈനീസ് വില്ലനാണ്. ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് അറിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു.